ഇതെല്ലാം നേരത്തെ ഉറങ്ങിയോ? ചേട്ടാ, ചേട്ടത്തി, ചേട്ടത്തി, ചേട്ടാ. നീ ഇതുവരെ എവിടെ പോയി കിടക്കുവായിരുന്നടാ? ഞാൻ ഒരു കൂട്ടുകാരനോട് ഫുട്ബോൾ കളി കാണാൻ വേണ്ടി പോയി. നിങ്ങളെല്ലാം കിടന്നായിരുന്നല്ലേ? പിന്നെ കിടക്കൂലായിരുന്നു, ഞങ്ങൾ രാത്രി ഇങ്ങനെ എണീറ്റില്ല നടക്കുമായിരുന്നു. ഞാനേ കൂട്ടുകാരുടെ അവിടെ പോയിരുന്ന് കളി കാണുമ്പോ ഒരു പ്രത്യേക രസമല്ലേ ചേട്ടത്തി? എല്ലാരും കൂടെ കൂടിയിരുന്ന് അടിച്ച് വിളിച്ച്. സത്യം പറഞ്ഞു, നീ കുടിച്ചിട്ടുണ്ടോ? ഇങ്ങോട്ട് വരുന്നതായിരിക്കും മറ്റേ രമേശന്റെ ഒരു നാരകളും കുടിച്ചു. രമേശേട്ടൻ പാതിരാത്രി അവിടെ കട നിർത്തി വെച്ചിരിക്കും, അങ്ങനെ 2 പ്രാവശ്യം ഉറങ്ങി കാണും. എന്റെ പൊന്നെ അടുത്ത് ഇവിടെ ആ ഇവിടെ കളി കാണാൻ പറ്റാത്തോണ്ട് ഞങ്ങള് കൂട്ടുകാരോടെ പോയിരുന്ന് കളി കണ്ട്. അപ്പം വരാൻ ഇത്തിരി താമസം. എന്താ കുറ്റം എന്താ? എടാ, നീ നുണ പറയുമ്പോ ആരോടാ പറയുന്നത് ആലോചിച്ചിട്ട് പറയണം. യൗത്തുണ്ടെ അച്ഛനെ വിളിച്ച് നീപ്പിക്കട്ടെ. എന്റെ പൊന്നെ അടുത്ത് ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല, എന്നെ വിശ്വസിക്കുന്നു. എന്നാലേ പത്തനാപുരത്ത് 10 പച്ചത്തത്ത ചത്തുകുത്തിയിരുന്നു എന്ന് പറഞ്ഞു. പത്തനാപുരത്ത് തത്ത ഉണ്ടോ? തത്തയല്ലടാ, മൈന. ചേട്ടത്തി, ചേട്ടത്തി ഞാനേ ആരെയും വിളിച്ച് ഉണർത്തരുത്. ഒരു ബിയർ കഴിച്ചു. എല്ലാ കുടിയന്മാരും ഇതിനെ പറയുന്നത്. ഒറ്റ ബിയർ എന്നിട്ട് നീ ആടുന്ന ആണോ? സത്യം ചെയ്യടാ, സത്യം സത്യം. എന്റെ ചേട്ടൻ ചെയ്തത് പൊട്ടാറായിരിക്കും തലയായിരുന്നു. ചേട്ടത്തി അങ്ങനെ പറയരുത്. സാറ് വല്ലതും കഴിച്ചതാണോ? വിശക്കുന്നു. പോയി എടുത്ത് കഴിക്ക്. ഒരു കിളി കറിയാണോ? മതി എടുക്കണം. ഞാൻ വിചാരിച്ചേ ചോറ്റി വെള്ളം ഒഴിച്ചാണോ? നിന്നോടൊക്കെ അതാ ചെയ്യേണ്ടത്. പിന്നെ പാവല്ലേന്ന് വെച്ചിട്ടാ. ഭയങ്കര വിശപ്പ് കേട്ടതി. അച്ചാർ വേണോ? അച്ചാർ ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ നേരത്തെ. അല്ല, ഞാൻ ഒരു ബിയറേ കഴിച്ചോളൂ. ഒരു ബിയർ ആണോ? ഒറ്റ ബിയറേ കഴിച്ചോളൂ. സത്യം പറയടാ, നീ കളി കാണാൻ പോയതാണോ? എന്റെ പൊന്നെ അടുത്ത് ഞാൻ കളി കാണാൻ വേണ്ടി പോയതാണ്. ഏത് ടീമിന്റെ കളിയായിരുന്നു? ഏത് ടീമായിരുന്നു? കളി കണ്ടപ്പോ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, ഇപ്പൊ ഓർമ്മയില്ല. അതൊരു മഞ്ഞ ജേഴ്സി. മഞ്ഞല്ലേ? ക്രൊയേഷ്യ. ക്രൊയേഷ്യ. ഇത് ഒരു ബിയറിന്റെ പെർഫോമൻസ് അല്ലല്ലോ. ഒറ്റ ബിയർ കഴിച്ചോളൂ. കഴിച്ചിട്ട് ഈ പാത്രവും കഴുകി വെച്ചിട്ട് മക്കള് കിടന്നാ മതി കേട്ടോ. നിന്നെ ഒന്നും ഈ രാത്രി എണീറ്റിരുന്ന് ഊട്ടേണ്ട യാതൊരു ബാധ്യത എനിക്കില്ല. മീനുണ്ടോ? കടലിലുണ്ട്. പിടിക്കാൻ പറ്റുമോ? അച്ഛനോടൊന്ന് ചോദിച്ചാലോ? രാവിലെ കഴിക്കാം. എന്റെ അച്ഛനെ വിളിച്ചാണോ ചേട്ടത്തി? കുട്ടി പാട്ടുകാരെ തേടി ടോപ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഹലോ. ഹലോ, ഉത്തമ സാറല്ലേ? അതെ, ആരാണ്? സാറിന് എന്നെ മനസ്സിലായോ? ഇല്ല. ഓ, സാറിന് ഇത്ര പെട്ടെന്ന് മറന്നു പോകുന്നു ഞാൻ കരുതിയില്ല. ഇല്ല, ആരാണ് മനസ്സിലായില്ല, അതാണ്. ഓ, എനിക്ക് സാറിന് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ. സാറിന്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വിളിക്കാം. ഹലോ. ഹലോ. ആരാണ്? ഓ, കൊച്ചു കള്ളൻ. ഭാര്യയുടെ അടുത്തുനിന്ന് മാറിയതാണല്ലേ? അപ്പൊ എന്നെ മനസ്സിലായെന്നർത്ഥം. ഇല്ല, ഇത് ആരാണെന്ന് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. മനസ്സിലായില്ല, പറയൂ, ആരാണ്? അപ്പൊ നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ എത്ര തവണ നിങ്ങളുടെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ട്. സാറ് തന്നെ എനിക്ക് ഈ നമ്പറും തന്നെ. ഞാനാ? അമ്പലക്കരയിലെ ശാരദയല്ലേ? കുമാരി ശാരദ? അല്ല, ഞാൻ അത്ര കുമാരി ഒന്നുമല്ല. സാറിന് വേണേ ഞാനൊരു ക്ലൂ തരാം. അതെ, ഈ രാവിലെ വിളിച്ചിട്ട് ക്ലൂ ഒന്നും വേണ്ട, ആരാണെന്ന് പറഞ്ഞാ മതി.
എന്നാലേ ആ എന്റെ വീട്ടിലെ 2 പട്ടിനെയും 4 തത്തിനെയും നോക്കിയത് സാറാ. മനസ്സിലായോ? ശ്ശെ. അതെ, എൻ്റെ ഈ 18 വർഷത്തെ കരിയറിൽ ഞാൻ ഒരുപാട് തത്തകളെയും പട്ടികളെയൊക്കെ നോക്കിയിട്ടുണ്ട്. ഇനി അത് ആരാണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ക്ലിനിക്കിൽ പോയിട്ട് എനിക്ക് അവിടുത്തെ ചീട്ടൊക്കെ എടുത്ത് നോക്കേണ്ടി വരും. ഓ, അങ്ങനെ ഇപ്പൊ ചീട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ വേണേൽ ഒരു 2 മണിക്കൂർ സമയം തരാം. അതിനുള്ളിൽ ഞാൻ ആരാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ? ചേട്ടൻ ആരോടെ ഈ രാവിലെ ഇരുന്ന് കത്തി വെച്ചോണ്ടിരിക്കണേ? കത്തിക്കുത്താവാതിരുന്നാ മതിയായിരുന്നു. ഏ? അല്ല, ആര് വിളിച്ച് ഈ ടേബിളിൽ ഈ കഴിച്ചിട്ട് പാത്രം കഴുകി വെക്കണ്ടേ? ഇങ്ങനെയാണോ വെക്കണ്ടത്? വെച്ചിട്ട് പോകണേ രാത്രി? അയ്യോ, ഇത് ഞാൻ കഴിച്ചോന്നല്ല ചേട്ടാ, ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നല്ലേ കഴിച്ചത്. ആ, സുമയായിരിക്കും. നമ്മുടെ കൂടെ ഫുഡ് കഴിക്കാൻ ഞാൻ സുമ മാത്രമാ. നന്നായി. അതിന് രാത്രി എന്താണ് പരിപാടി? മോഷണം വല്ലതും ഉണ്ടാ? ഈ അടുത്തായിട്ട് എപ്പോഴും രാത്രി താമസിച്ചാ ചേട്ടാ വരുന്നേ. അവ എവിടെ? നല്ല ഉറക്കാ. ഊർക്കാൻ വലിയ എന്റെ റൂമിൽ കേൾക്കാം. ഈ പാത്രം തൊട്ടു പോകല്, അവനെ കൊണ്ട് കഴിപ്പിക്കണം. അല്ലേലും ഇവിടെ ആരും തൊടാൻ പോകുന്നില്ല. എനിക്കാണെങ്കിൽ വെള്ളം കുടിച്ചിട്ട് ഞാൻ കിടന്നു. ഹലോ ഹലോ, ഉറങ്ങാനാണ് അകത്ത് പോയി കിടക്കാം. അല്ല എഴുന്നേറ്റാ എഴുന്നേറ്റ്. എന്ത് ഇത്ര നേരത്തെ എഴുന്നേറ്റ്? അല്ല 9 മണിയല്ലേ ആയുള്ളൂ. ആ, അതാ നിനക്ക് സമയം എഴുന്നേക്കെ. എന്താ ചെറുമാരി കളിയാക്കുന്നേ? എന്നാലും എപ്പോ ഒന്ന് കിടന്നു? അല്ല രാത്രി ഒരു 1:30 വന്ന് കിടന്ന്. ഓ, ഫുട്ബോൾ കളിയാണ് പോരാ. അത് ഞാൻ ചോദിച്ചില്ലല്ലോ. എന്തായാലും അടുത്ത ചോദ്യം അതായിരിക്കില്ല, എവിടെ പോയടാ സുമേന്ന്. അപ്പൊ ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞതാ. എന്താ പ്രശ്നം? അല്ല അച്ഛൻ എന്താ ഇങ്ങനെ നോക്കുന്നേ? എടാ, ഒരച്ഛൻ ഒരു മോനെ നോക്കുന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ നീ എന്തെങ്കിലും ഒരു അച്ഛനാവണം. അല്ല ഇപ്പൊ എനിക്ക് ഞാനാവാൻ പറ്റില്ല, പിന്നെ അച്ഛൻ. എന്തോ? അല്ല അച്ഛൻ ഇപ്പൊ എവിടെ പോകാൻ വന്നു? ഞാൻ പറമ്പിൽ പണിയെടുക്കാൻ. എന്നാ അച്ഛനും കൂടി പോയാ പോരെ? ഞാൻ പോയിക്കോളാം. ആ പക്ഷേ നീ ആശ്ചര്യം മുമ്പിലൊന്നും ചെന്ന് പെടാതെ നോക്കിക്കോ. അതിന് ചേട്ടത്തി ഞാനായിട്ട് ഒരു പ്രശ്നമില്ലല്ലോ. എടാ, നീ ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ട് ആ ഡൈനിങ് ടേബിൾ എന്തൊക്കെയാടാ കാണിച്ചു വെച്ചത്? ആളൊഴിഞ്ഞ ഗാലറി പോലെ അത് മൊത്തം അലമ്പായി കിടക്കുക. പാത്രം പോലും കഴുകി വെച്ചിട്ടില്ല. പാത്രം ഞാൻ കഴുകി വെച്ചാ? അത്ര നീ കഴിയാ? അത്ര അല്ലേ, എന്തോ ഒരു സാധനം ഞാൻ എടുത്ത് കഴുകി. ആ, നീ കഴിയത് ഫുട്ബോൾ ആയിരിക്കും, ഫുട്ബോള്. പിന്നെ അടുക്കളയിലോട്ട് ചെന്ന് ചായ എടുത്തോടി, ആ ക്ഷീണമൊക്കെ അങ്ങ് മാറട്ടെ. സത്യം പറഞ്ഞ എനിക്ക് മാഡത്തിന്റെ ശബ്ദം അങ്ങനെ പെട്ടെന്ന് മനസ്സിലായില്ലായിരുന്നു. എങ്ങനെ? ഇല്ല ഇല്ല, പിന്നെ മാഡം ക്ലൂ എന്തൊക്കെ പറ്റിക്കുവോ? അന്ന് പറഞ്ഞ പേർഷ്യൻ കാറ്റല്ലേ? ആ, അത് കിട്ടിയാ കൊള്ളായിരുന്നു മാഡം. ഞാൻ അങ്ങോട്ട് വിളിക്കാം. വിളിക്കാം. ആ ശരി ശരി മാഡം. പിള്ളേർ വിളിക്കാം. എന്തു പറ്റി അച്ഛാ? കൊറേ നേരമായല്ലോ ഫോണില്. അത് പിന്നെ ക്ലിനിക്കിലെ ഒരു മുള്ളം പന്നിയെ കൊണ്ടുവന്നായിരുന്നു. അതിന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. മുള്ളം പന്നി ആരെങ്കിലും വളർത്തോ വല്യമ്മ? അതല്ലേ അതിന്റെ അടുത്ത് നമ്മളെ ചെല്ലുമ്പോ അത് മുള്ളറിഞ്ഞ് നമ്മളെ ഉപദ്രവിക്കൂല അച്ഛാ. അതായിരുന്നു അതിന്റെ പ്രശ്നം. നമ്മൾ ക്ലിനിക്കിൽ നിന്ന് ഒരുപാട് തവണ അതിനെ പരിശോധിച്ചു, പക്ഷെ അത് മുള്ളെറിയുന്നില്ല. അപ്പൊ അതെങ്ങനെ അതിന്റെ എനിമീസിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടും? എനിമീസിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പൊ കുറച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഇപ്പം ചെറുതായിട്ടൊക്കെ എറിഞ്ഞ് തുടങ്ങുമെന്ന് പറയുന്നു. അപ്പൊ അതിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഹലോ. സാർ. അപ്പം ഇല്ല സാർ, ഇന്നലെ കൊടുത്തായിരുന്നു മരുന്ന്. അത് തന്നെ, വെച്ചൂർ പശു. ഓ ഇന്നും കൊടുക്കാം. കൊടുക്കാം. ഞാൻ എത്തിക്കോളാം. ക്ലിനിക്കിൽ അത്യാവശ്യമായിട്ട് പോണം. ഒരു വെച്ചൂർ പശുവിനെ. നിങ്ങൾ വരുന്നില്ലേ? ഇവിടെ നിന്നോ. അപ്പൊ അച്ഛൻ ക്ലിനിക്കിൽ പോട്ടെ. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളത് എനിക്ക് തോന്നി. ശംഭുചേട്ടൻ തോന്നില്ലേ? എനിക്കും തോന്നി.